ഈ കോബ്രകൾ ശരിക്കും ബ്രദേഴ്സ് തന്നെയാണോ? ആണെന്നാണ് അവർ പറയുന്നത്, ഇരട്ടകൾ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കാരണം പാലപ്പവും നെയ്യപ്പവും ഒരു ചട്ടിയിൽ വേവില്ലല്ലോ. സാറേ, ഈ കോബ്രകൾ കല്യാണം കഴിച്ചാണോ? കോബ്രകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കല്യാണം. വൺസ് അപ്പോൺ എ ടൈം. കഥ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ? എടാ സോടെ, നിനക്ക് സിമ്പിൾ എടുക്കാൻ അറിയാമോ? പിന്നെ ഈ കോബ്രകൾക്ക് തങ്ങൾക്ക് വരാൻ പോകുന്ന ഭാര്യമാരെ കുറിച്ച് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല സ്ത്രീധനം തരാത്തവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. അതീവ സുന്ദരികളല്ലായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. പല്ലുന്തിയവളായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒറ്റ കാര്യത്തിൽ. എന്താ അത്? പെൺകുട്ടികൾ സഹോദരിമാരായിരിക്കണമെന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ സിസ്റ്റേഴ്സ്. അതെന്തിനാ? കോബ്ര എന്ന പേരിന് ആക്കവും ഊക്കവും തൂക്കവും കൂട്ടാൻ. എന്താ മനസ്സിലായില്ല അല്ലേ? ഇല്ല. രണ്ട് സഹോദരിമാരെ വിവാഹം കഴിച്ചാൽ പിന്നെ കോബ്രകൾ തമ്മിലുള്ള ബന്ധം എന്താ? എന്താ? കോബ്രേഴ്സ്. കോബ്രേഴ്സ് അല്ല, കോബ്രദേഴ്സ്. സിമ്പിൾ ആൻഡ് സിമ്പിൾ. താങ്ക് യു. അതെ, കോബ്ര എന്ന പേരിന് വീണ്ടും ഒരു അടിത്തറ കൂടി. അതാണ് കോബ്രാസ്. അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ ആ കോബ്ര എന്ന പേരിനെ. സത്യം, പല്ല് ചലിച്ചു. അത് ഞാനാ. ഓ, പട്ടിയാണല്ലേ ചലിച്ചത്, വൃത്തികെട്ടവൻ. എന്നിട്ട് കോബ്രകൾക്ക് സഹോദരിമാരെ കിട്ടിയോ? പല പ്രാവശ്യം കിട്ടി, സെവറൽ ടൈംസ് കിട്ടി. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മുടെ മലയാളിസല്ലേ ചുറ്റും കോബ്രകളെ കുറിച്ച് ഇല്ലാത്ത മുഴുവൻ പറഞ്ഞു വരുത്തും. അവർ കുഴപ്പക്കാരാണ്, ഇടിക്കാരാണ്, കച്ചറകളാണെന്നൊക്കെ. അങ്ങനെ വരുന്ന ആലോചന മുഴുവൻ മുടങ്ങും. ഇപ്പൊ ഒടുക്കം ഒരു ആലോചന വന്നു. എല്ലാം തികഞ്ഞ, എല്ലാം ഒത്തിണങ്ങിയ രണ്ട് സഹോദരിമാർ. ഇതെങ്കിലും അലസിപ്പോകരുതെന്ന് കരുതി, ഒരു പഴുതുപോലും വരരുതെന്ന് കരുതി, പള്ളിയിൽ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കോബ്രകൾ അവരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാം സേഫായ ആ ദിനം വന്നടഞ്ഞു. കോബ്രകൾ വിവാഹിതരാകുന്ന, കോബ്രകൾ വീണ്ടും കോബ്രകളാകുന്ന ആ മനോഹര സുദിനം വന്നണഞ്ഞു. അന്നവർ കോതമംഗലം പ്രദേശാണ്. കോതമംഗലം സെയിന്റ് നിക്കോളാസ് ചർച്ച്. ബ്രദറെ, നമ്മുടെ സൈഡില് ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. നമുക്കെന്തിനാ ബ്രദറെ ബന്ധുക്കള്? എന്റെ ബന്ധു ബ്രദർ, ബ്രദറിന്റെ ബന്ധു ഞാൻ, നഞ്ചെന്തിന് നാനാഴി. അത് മതിയല്ലേ? പിന്നെ നടക്കാം. ബ്രദറെ, ഈ പൂവരയില് മാത്രമേ ഉള്ളൂ പഞ്ചാബി മേളൊന്നുമില്ലേ? പഞ്ചാബി മേളേ ചണ്ടയൊക്കെ ആയിട്ട്. ഓ, പഞ്ചാര വേണം. ആ, അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ബ്രദറെ ഈ ടി വി കാണുമ്പോൾ ഒരു എടുപ്പുണ്ടാവുള്ളൂ. വഴിയുണ്ടാക്കാം. എന്താ സാർ? താനിത് സ്ലോ മോഷനിലാണോ എടുത്തത്? അല്ല, നശിപ്പിച്ചു. അതൊക്കെ വേണോ സാർ? വേണോടോ, എന്നാലല്ലേ ഒരു കോളേജ് ലൈഫ് ഉള്ളൂ. അതെ, താൻ ഒരു കാര്യം ചെയ്യും, രണ്ടാമത് ഇനി എടുത്തോ. സ്ലോ മോഷൻ മതി. പിന്നെ എടുക്കുമ്പോ സ്ലോ മോഷനിൽ ഇങ്ങനെ നടക്കണമെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ സ്പീഡാകണം. അതേ ഇപ്പോഴത്തെ ഫാഷൻ. അതൊക്കെ പിന്നെ ചെയ്തോളാന്നേ. സാറുമാരെ നടന്നേ. എടുത്തോ. ബ്രദറെ, ബ്രദറിന്റെ റോസി ഡ്രസ്സൊക്കെ കിട്ടുമ്പോ കൊള്ളാട്ടോ. അല്ല, ബ്രദറിന്റെ പെണ്ണെവിടെ? ബ്രദർ കിട്ടാൻ പോകുന്ന ഗ്രേസി എവിടെ? അതെ, ബ്രദർ കിട്ടാൻ പോകുന്ന ഗ്രേസി എവിടെ? അതാണ് പറയാൻ പോണത്. രണ്ട് വധൂസ്കൾ കൂടി ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വധൂസ്, നവവധൂസ്. ഈ വധൂസ് അപ്പന്റെ അമ്മയുടെയും കൂടെ ഒരു കാറില്, മറ്റേ വധൂസ് കൂട്ടുകാരികളൂടെ വേറെ കാറിൽ. എന്നിട്ടൊന്നുമില്ല, ഒരു വധൂസിന്റെ വണ്ടി മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. മറ്റേ വധൂസ് എവിടെ പോയെന്ന് ഒരു പിടിയില്ല. ബാലൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. എന്തൊരു കഷ്ടം ഇത്. ബ്രദർ ടെൻഷൻ അടിക്കണ്ട, സിസ്റ്റർ വല്ല ട്യൂഷനും പോയതായിരിക്കും. പിന്നെ ട്യൂഷൻ മാത്തമാറ്റിക്സ് പരീക്ഷ. വെയിറ്റ്, ഇപ്പൊ വരും. എന്ത് വെയിറ്റ് ചെയ്യാൻ? ഇത്ര കാലം വെയിറ്റ് ചെയ്തു. ബ്രദറെ, പ്രായം കൊണ്ടേ പോകുന്നത്. യെസ്, ടൈം ഈസ് ഗോൺ അവേ. സാറേ, എന്താണ്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താണ്? ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം. എന്താ എന്താ ഉണ്ടായെന്ന് പറ. അതെ, ആ കൊച്ചിന് ആരോ ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു പോലും. ചോദിക്കട്ടെ, എന്താടാ ഇത്? എന്നതല്ല, ഞാനുമായിട്ടല്ല പ്രേമം, വേറെ ആരോട്ടല്ലേ. അവരൊന്നിച്ചു മുങ്ങിയതാ. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ ഊഹിക്കുന്നുടാ പട്ടി. അടങ്ങ്. അതെ, അവൻ പറഞ്ഞതിന് കാര്യമുണ്ട്. എനിക്ക് നേരത്തെ തോന്നിയാണ്, അടി മേടിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനി അടി കഴിഞ്ഞ സ്ഥിതിക്ക് പറയാം.
അത് തന്നെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ബ്രദറെ, സാറേ, എന്തേത്? ഛെ, എന്താ ബ്രദറെ ഇത്? എല്ലാം പോയിട്ട് എങ്ങോട്ടേക്ക് കേറി പോണത്? കുറെ കുത്തിക്കറി പിന്നെ ഞാനിവിടെ ഇരിക്കും. ഒന്നുമില്ല ബ്രദറെ, ഒന്നുമില്ല. നമുക്ക് വേറെ പെണ്ണെ കിട്ടും. എവിടെ എപ്പ കിട്ടും ബ്രദറെ, കിട്ടും. എപ്പ കിട്ടുന്ന എപ്പെന്ന് ചോദിച്ചാ കിട്ടും ബ്രദറെ, വിഷമിക്കാതെ. പ്രായോട്ടേ പോന്ന്. ഓട്ട ബ്രദറെ, പോകാൻ തന്നെ എവിടം വരെ പോകാന്? അത് ശരിയാ. സാറേ ഒന്ന് ചിരിച്ചേ. ഇതെന്ത് ചിരിയാണ്? എന്നാ പിന്നെ സാറൊന്ന് ചിരിച്ചേ. ഓടാ പന്നി. എന്ത്? നിങ്ങൾ അങ്ങോട്ട് ചെന്നേ, ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ്. അതെ, ഇനി ആ കൊച്ചിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു കല്യാണങ്ങൾ നടക്കട്ടെന്ന് എല്ലാരും പറയുന്നത്. വേഗം വേണം, അച്ഛനും ശവടക്കിന് പോകണോ? വേണ്ട. അത് വേണ്ടെന്ന് പറഞ്ഞ് ശവടക്കിൽ ശവത്തിൽ കയറല്ലേ? അതല്ലടാ ശവമേ. അതെ, ഒരു അറിയിപ്പുണ്ട്. ഈ കല്യാണം ക്യാൻസൽ. അങ്ങനെ ഒരാളുടെ കല്യാണം മാത്രമായിട്ട് ഇവിടെ ആരും ഉണ്ടാക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിവാഹം ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാ. ഇതിപ്പോ ഒന്ന് മുടങ്ങിയ സ്ഥിതിക്ക് രണ്ടും വേണ്ട. ദാറ്റ്സ് ഓൾ. സാറേ, ഇത് ഒരു കുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണ്. വേണ്ട, അങ്ങനെ ആരുടെയും ഭൂതവും ഭാവിയൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്കെന്റെ ബ്രദറാ വലുത്. അത് കഴിഞ്ഞുള്ളൂ എന്തും. അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എടുത്തി ആടിയോ എടുക്കാണ്ട് ആടിയോ കാരണം മിണ്ടാണ്ടിരുന്നേ. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇത് ബ്രദറിന്റെ തീരുമാനമാണ്. ദാറ്റ്സ് ഓൾ. എന്താ ബ്രദറെ? ബ്രദറെ എന്താ ദാറ്റ്സ് ഓൾ അല്ലേ? ദാറ്റ്സ് ഓൾ. എന്നാ വാ. മറ്റേ വധുസത്യല്ല, ഇത് എവിടെയായിരുന്നു? ക്ഷമിക്കണം, കൊച്ച് അവളൊരു പഴയ ടീച്ചറെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ. പെട്ടെന്ന് ടീച്ചർക്ക് അങ്ങ് അസുഖം കൂടുതലായി. ഉടനെ തന്നെ കാറെടുത്ത് ടീച്ചർ ഹോസ്പിറ്റലാക്കിച്ച് വരുവാ. അയ്യോടാ, ഓ, പേടിപ്പിച്ച് കളഞ്ഞു. ഇനി ഏതായാലും സമയം കളയണ്ട. അതെ, അച്ഛൻ ശവടക്കിന് പോകണേ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആര് ശവം വെയിറ്റ് ചെയ്തോളും. അതല്ലടാ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. ഓ, അതൊന്നും സാരമില്ലെന്നേ. ആരായാലും ഇങ്ങനെയൊക്കെ പറയും. നിങ്ങൾ വാ. എന്നാ ശരി. ഹലോ, ടീച്ചർ മരിച്ചായിരുന്നു? മരിച്ചില്ലല്ലേ? സോറി. എന്റെ ചെറുപ്പത്തിലും ഇതുപോലെ ടീച്ചർ മരിക്കുമായിരുന്നു. ഇന്ന് നീ, നാളെ നീ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്ന് വിവാഹിതരാകുന്ന പാലക്കലാനിയുടെയും എനിക്ക് കല്യാണം വേണ്ട. എന്താ മോളെ നീ പറയുന്നേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. അങ്ങേർക്ക് അയാളുടെ ബ്രദറാ വലുതെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാവി പ്രശ്നമല്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരാളുമായിട്ടുള്ളൊരു നശിച്ച കുടുംബ ജീവിതം എനിക്ക് വേണ്ട.